പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് പൊങ്ങൻപാറയിലാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ തൊട്ട് പുറയിൽ ഒരു പണി നടക്കുന്നത് നിങ്ങൾ കണ്ടോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് അവിടെ ഒരു വീഡിയോ ചെയ്തതാണ്. ഒരുപാട് പേര് അവിടെ വീഴുന്നത്, ബൈക്കിലൊക്കെ വന്നിട്ട് അവിടെ ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത് മറ്റേ വെള്ളം പോകാൻ വേണ്ടി അവിടെ ഒരു ഗ്രില്ല് പോലെ ഇട്ട്, അത് ഉരുണ്ട പൈപ്പാണ്. അപ്പോൾ അതിലോട്ട് കയറി ടൂ വീലർ യാത്രക്കാരെല്ലാം ടൂ വീലറൊക്കെ തെന്നി മറിഞ്ഞ് ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു. കാരണം ഇവിടെ അടുത്തിടയിൽ ഒരു മരണം നടന്ന വീട്ടിൽ വന്ന ഒരു 10-20 പേരോളം അവിടെ വീഡിയോ ഒക്കെ ചെയ്തു. ഒരാളുടെ മുഖത്തിന് മുറിവൊക്കെ ഉണ്ടായി. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ മെമ്പർ സാം കെ വർക്കി അദ്ദേഹം അത് PWD ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അതിൻ്റെ അളവൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇന്ന് അതിൻ്റെ ആ ഗ്രില്ല് അവിടെ മാറി വെക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇതിലെ വരുന്ന യാത്രക്കാർക്കൊക്കെ ഒരു പരിധി വരെ ഇനിയിപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രില്ലാണ്. അപ്പോൾ നമുക്കിവിടെ മെമ്പർ വന്നിട്ടുണ്ട്. മെമ്പറോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് പൊങ്ങൻപാറ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടുന്ന് ഗ്രാമവികസന സമിതിയിൽ അങ്ങോട്ടുള്ള ഒരു റോഡാണിത്. അവിടെ മുകളിലൊരു അംഗൻവാടിയുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ മുകളിൽ താമസിക്കുന്നതാണ്. അവരുടെ ആശ്രയമാണ് ഈ വഴി. അപ്പോൾ ഈ വഴിയിൽ ഇവിടെ ഈ ഗ്രില്ല് കിടന്നിടത്തെ പൈപ്പ് നിങ്ങൾക്ക് കാണാം. അതൊരു ഉരുണ്ട പൈപ്പാണ്. അപ്പോൾ ഇതുവഴി വരുന്ന വാഹനയാത്രക്കാർ ടൂ വീലർ വരുമ്പോഴത്തേന് അവിടുന്ന് തെന്നി അവർ റോഡിലോട്ട് വീഴുന്നൊരു അനുഭവം ഒരുപാട് പേർക്കുണ്ടായി. അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഇപ്പം പുതിയ ഗ്രില്ല് ഇന്നിവിടെ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വാർത്ത ഞാൻ ചെയ്തതാണ്. അതുകൂടാതെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡിലെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ തന്നെ ഈ വാർഡിലെ മെമ്പർ സാം കെ വർക്കി PWD ആയിട്ട് അവിടുത്തെ കറുകച്ചാൽ ഡിവിഷനിലെ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു വന്ന് നോക്കിയിട്ട് ഉചിതമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവരിവിടെ വന്ന് കാണുകയും ഇതൊരു പൈപ്പിൻ്റെ വാൽവാണ്. ഇതിനെപ്പറ്റി ഒരു കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാവേ. അപ്പോൾ അവരിവിടെ വന്ന് കാണുകയും ഇതിൻ്റെ അളവെടുത്തുകൊണ്ട് പോയിട്ട് ആ കറക്റ്റ് അളവിലുള്ള ഗ്രില്ല്, ഇപ്പോഴത്തെ നല്ല ഗ്രിപ്പുള്ള ഒരു ഗ്രില്ലാണ്, പൈപ്പാണ് അത്. ഞങ്ങളെല്ലാം നോക്കിയാണ് നല്ലപോലെ വണ്ടിയൊന്നും കയറിയാൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അത് വെച്ച് അവരിവിടെ ചെയ്യുകയാണ്. അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വാർഡിലെ മെമ്പർ ഇവിടെയുണ്ട്. ഈ ഗ്രില്ല് ഇനി ഇവിടെ ഉറപ്പിച്ചിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഇത് ഒരു കുത്തിറക്കാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ വന്ന് വണ്ടി വീഴുന്നത് റോഡിലോട്ടാണ് വീഴുന്നത്. ധാരാളം വാഹനങ്ങൾ പോകുന്ന കോട്ടയം മീനടം പാമ്പാടി റോഡും കൂടെയാണ്. നമ്മുടെ ഈ വഴിയായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ ഇതിന്റെ പ്രശ്നം എയോട് പറഞ്ഞപ്പോൾ അവരെന്താ പറയുന്നത്? അന്നേരം തന്നെ നമ്മൾ നേരത്തെ ഈ ഭാഗത്തൊരു മരണം ഉണ്ടായല്ലോ. മരണത്തോട് ബന്ധപ്പെട്ട് ഇവിടെ പലരും തെന്നി വീണതിന്റെ അടിസ്ഥാനത്തിൽ എയോട് പറഞ്ഞപ്പോൾ അവർ ഇച്ചിരി സാവകാശം തരണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ അവരിവിടെ വന്ന് അളവെടുത്ത് നല്ല വൃത്തിയായിട്ടുള്ള ഇപ്പോൾ ഒരു ഈ സാധനം ഇട്ടിരിക്കുക. അപ്പം നല്ല വൃത്തിയായി ഇപ്പോൾ. വൃത്തിയായ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമസംഘത്തിൽ അങ്ങോട്ടുള്ള വഴി പലരും തെന്നി വീഴുകയും പല അപകടങ്ങളും ഉണ്ടായതാണ്. ഏതായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട് പുള്ളിക്കാരെ ചെയ്തതിനെ പ്രത്യേകം അവരെ അഭിനന്ദിക്കുക പഞ്ചായത്ത് കമ്പനിക്ക് വേണ്ടി. അപ്പോൾ വൈകുന്നേരത്തോടുകൂടി അതിൻ്റെ പണി പൂർത്തിയായി. പിന്നെ അത് വെള്ളം നനയ്ക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9-ാം വാർഡിൽ ഒരു 2 ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. ചെറിയ പ്രശ്നമല്ല, ഇത് അതിരൂക്ഷമായ ഒരു പ്രശ്നമാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് 9-ാം വാർഡിൽ ഇല്ലാത്തൊരു സംഭവമാണ് കുടിവെള്ളം. അപ്പോൾ അവിടെ ഒരു തടയിടയുടെ ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം തോട്ടിൽ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ഇപ്പം നേരത്തെ തന്നെ തടയിട ഇടുകയാണെങ്കിൽ വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പറ്റും. ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പമ്പ് ഹൗസാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ 9-ാം വാർഡിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പം
ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാൻ മെസ്സേജ് ഇട്ട് ഇതിൻ്റെ വീഡിയോയും എല്ലാം ഇട്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെമ്പർ പഞ്ചായത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഫണ്ടിൽ നിന്ന് അടിയന്തരമായിട്ട് 10,000 രൂപ അനുവദിച്ച് ഇതിൻ്റെ തടയണയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് വെള്ളം കെട്ടി നിർത്തുന്നത്. ഇതിനോട് ചേർന്നാണ് പമ്പ് ഹൗസ്. അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഈ വെള്ളം വലിയുവേ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ തടയണ ഇടുകയാണെങ്കിൽ കുറച്ച് നാളത്തിന് ഇവിടുത്തെ കുടിവെള്ളത്തിനൊരു പരിധി വരെ ആശ്വാസമാകും. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാപ്പിൻ്റെ പ്രശ്നം കൂടെ ഞങ്ങളുടെ വാർഡിലുണ്ടായിരുന്നു, 9-ാം വാർഡിൽ. അപ്പോൾ അതും ഇതുപോലെ ഗ്രൂപ്പിൻ്റെ അകത്ത് ചർച്ചയാകുകയും മെമ്പർ അന്നേരം അവിടെ തന്നെ അത് പഞ്ചായത്ത് കമ്മിറ്റി വെക്കുകയും ഇതാണ് പമ്പ് ഹൗസ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ അത് പിന്നെ ടാപ്പ് അവിടെ ഇടാനും അതിൻ്റെ അകത്ത് അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടിയെല്ലാം അത് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് അതനുസരിച്ച് അവിടെ 4-5 വീട്ടുകാർക്ക് കുടിവെള്ളം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനും ഒരു പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പ്രശ്നമാണ് ഈ 9-ാം വാർഡിൽ പെട്ടെന്ന് പരിഹാരമുണ്ടായത്. ഇതാണ് നമ്മുടെ 9-ാം വാർഡിലെ പമ്പ് ഹൗസാണ്. ഇത് വളരെയേറെ കാലപ്പഴക്കം ചെന്ന് ഇതിൻ്റെ എല്ലാ കെട്ടിടം കുറേയൊക്കെ ലഭിച്ച ഒരവസ്ഥയിലേക്കാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മുടെ ജൽജീവൻ്റെ കുടിവെള്ള പദ്ധതി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും. അപ്പോൾ അതിൻ്റെ സമരത്തിൻ്റെ കാര്യത്തിലൊക്കെ പഞ്ചായത്തും ജൽജീവനും ഒക്കെ ആയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് പത്രത്തിലും അതിൻ്റെ വാർത്തകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞ് റോഡും റീസ്റ്റോറൊക്കെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വഴിയുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകും. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഒരു പരിഹാരമാകും. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇവിടെ ഈ തടയണ ഇടുന്നതാണ്. അപ്പോൾ അത് തടയണ ഇടുന്ന സമയം എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റുന്ന ആ സമയത്താണ് തടയണ ഇടുന്നത്. അതുകൊണ്ട് കാര്യമില്ല, കാരണം അങ്ങനെ വെള്ളം പിന്നെ നമുക്കവിടെ സംഭരിച്ച് വെക്കാൻ പറ്റത്തില്ല. അത് കാരണം ഈ പ്രാവശ്യം നേരത്തെ തന്നെ തടയണയുടെ പണിയെല്ലാം പൂർത്തിയായി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ വാർഡിലെ മെമ്പർ സാംഗേവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഓരോ വാർഡിലെയും മെമ്പർമാർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. കാരണം നമ്മൾ കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണമല്ലോ. അപ്പം തെറ്റ് കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും, നല്ലത് കണ്ടാൽ നമ്മൾ അവരെ അഭിനന്ദിക്കും. അതുപോലെ നമ്മുടെ തോടിൻ്റെ അവസ്ഥകളൊക്കെ വളരെ പരിതാപകരമാണ്. ഞാൻ പല വട്ടവും പറഞ്ഞിട്ടുണ്ട്, ഇറിഗേഷൻ വകുപ്പെന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരു പ്രയോജനവും നമുക്ക് അവരെ കൊണ്ടില്ല. കാരണം ഈ തോടിൻ്റെ ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം അവരുടെ മേൽനോട്ടത്തിൽ വേണം നടത്താൻ വേണ്ടി. നമുക്ക് പണ്ട് കാലത്തെ പോലെ തോട്ടിൽ നിന്ന് ഒരു ചാക്ക് മണ്ണ് പോലും വരാൻ മേലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ തോടുകളെല്ലാം മണ്ണ് നിറഞ്ഞ്, ഇത് കണ്ട് ഇവിടെയൊക്കെ കാണാം, നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടാണ്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത്, അതുപോലെ ഒരുപാട് മാലിന്യങ്ങൾ തോട്ടിലിടുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകളാണ്. അതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള വരും തലമുറയുടെ അവസ്ഥ വളരെ പരിതാപകരമാവും. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് പൂർവികർ തോടുകളും ആറുകളും എല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇതിനോട് യാതൊരു താല്പര്യവുമില്ല. എല്ലാവരും കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്ന ഒരു കാലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും എന്നോട് ആവശ്യപ്പെട്ടാണ് നമ്മുടെ കൊടൂരാറിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. കാരണം അതിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. കാരണം അതെല്ലാം ഒരുപാട് ആൾക്കാർ സ്ഥലങ്ങളെല്ലാം കയ്യേറി ഒക്കെ വന്നുകൊണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ടാപ്പ്. അപ്പോൾ ഈ ടാപ്പിൽ എന്നും ഇപ്പം വെള്ളം വരുന്നുണ്ട്. ഇപ്പം രാവിലെ പമ്പ് ഹൗസിൽ മോട്ടർ അടിച്ചിട്ടേ ഉള്ളൂ. ഉച്ച കഴിയുമ്പോഴത്തേനാണ് ഇവിടെ വെള്ളം വരുന്നത്. അപ്പം നമുക്ക് ഇനി മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും കാണാം.